നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കണം, എങ്കിലേ ആ റമദാൻ ഫലപ്രദമായി നമ്മളെ സ്വാധീനിച്ചു എന്ന് പറയാൻ സാധ്യമാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞതും ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. നമുക്ക് തഖ്വ ഉണ്ടാവാനാണ്. തഖ്വ ഉണ്ടാവാനുള്ളതാണ് നോമ്പെങ്കിൽ 30 ദിവസത്തെ രാപ്പകലുടെ നോമ്പുകൾ നോറ്റിട്ടും ഒരു തഖ്വയും നമുക്ക് വർദ്ധിച്ചിട്ടില്ലെങ്കിൽ, നമ്മളൊരു പുതിയ മനുഷ്യനായിട്ടില്ലെങ്കിൽ, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, നമ്മുടെ സ്വഭാവങ്ങളിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ലെങ്കിൽ നോമ്പ് നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് എങ്ങനെ പറയാനാവും? അതുകൊണ്ട് ഒരു മാറ്റം യഥാർത്ഥത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഇന്നൊരു സ്വഭാവം ഞാൻ ഈ റമദാനോടെ മാറ്റും, എൻ്റെ ഇന്നൊരു ദുശ്ശീലം ഞാൻ ഈ റമദാനിലൂടെ മാറ്റും, എൻ്റെ ഇന്ന ഒരു നന്മ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കും. ഇങ്ങനെയെല്ലാം ചില തീരുമാനങ്ങൾ തുടക്കത്തിലെടുത്ത് അത് റമദാനിൽ ഒരു ശീലമായി കൊണ്ടുവന്ന് അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ചേർക്കുവാനുള്ള ഒരു പരിശീലനം, ഒരു മാറ്റത്തിൻ്റെ പരിശ്രമം യഥാർത്ഥത്തിൽ ഈ റമദാനിലുടനീളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. വഅൻ തസൂമു ഖൈറുൻ ലക്കും, നിങ്ങൾ നോമ്പ് നോൽക്കുന്നത് നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങൾക്കതിൽ നന്മയുണ്ട്. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നുവെങ്കിൽ മനസ്സിലാക്കണം. റമദാൻ കൊണ്ട് എനിക്കെന്തു നന്മ ലഭിക്കും, എന്ത് ഗുണം ലഭിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ആ പ്രയോജനം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അസ്സബ്റു വത്തഹമ്മുലു വൽ ജലദ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ഒരു കരുത്ത് നോമ്പ് നമുക്ക് തരുമെന്നാണ്. സുഹൃത്തുക്കളെ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ആകസ്മികമായ പല വാർത്തകളും പലർക്കും മാനസികമായിട്ടുള്ള മനസ്സുകൾ തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഒരു അടുത്ത സുഹൃത്തിൻ്റെ മരണം മാസങ്ങൾ കഴിഞ്ഞിട്ടും മാനസിക നില തിരിച്ചു കിട്ടാത്തവർ പലപ്പോഴും എന്തുണ്ട് പരിഹാരമെന്ന് ചോദിക്കാറുണ്ട്. അപ്പം ആലോചിക്കേണ്ടത്, നമ്മുടെ കൂടെയുള്ള ഒരാളുടെ മരണം പോലും, ഒരു സുഹൃത്തിൻ്റെ മരണം പോലും നമ്മുടെ മാനസികാവസ്ഥകളെ മാറ്റും. അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ മാറിയാൽ എന്താ ഉണ്ടാകുക? മനസ്സിൻ്റെ അവസ്ഥ മാറിയാൽ പിന്നെ നമ്മളില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും സുഹൃത്തുക്കളെ? ഈ ജോലി ചെയ്യാൻ പറ്റും, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും, ഉറങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സ് എന്ത് പ്രശ്നം വന്നാലും താങ്ങി നിർത്താനുള്ള കരുത്ത് നോമ്പ് തരും. എന്തുകൊണ്ട്? രാവിലെ അത്തായം കഴിച്ച് വൈകുന്നേരം വരെ നാം സഹിച്ചതിന് കണക്കില്ല. അതുകൊണ്ടാണ് അസ്സൗമുലി അന അജ്സി ബിഹി, ഞാനാണ്, എനിക്കുള്ളതാണ് നോമ്പ്, ഞാനാണ് പ്രതിഫലം തരുന്നതെന്ന് പറയാൻ കാരണം അത് സഹനത്തിന്റെ ഒരു രാപ്പകലുകളാണ്, രാത്രിയാ. അങ്ങനെ സഹിക്കേണ്ടി നമ്മൾ. എനിക്ക് പ്രശ്നമില്ല, പ്രശ്നങ്ങളുണ്ട്. അത് അള്ളാഹുവിന് വേണ്ടി നാം സഹിക്കുകയാണ്. ഇഷ്ടങ്ങൾ പലതും മാറ്റിവെക്കുകയാണ്, ദാഹം സഹിക്കുകയാണ്, വിശപ്പും വയറിന്റെ അസ്വസ്ഥതകളും നമ്മൾ സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതായി ക്ഷമ വെറും ജീവിത പ്രതിസന്ധികളെ മുന്നോട്ട് നയിക്കാൻ മാത്രമല്ല സുഹൃത്തുക്കളെ. ഒന്ന് അച്ചടക്കത്തോടുകൂടെ അള്ള സ്വീകരിക്കുന്ന ഒരു നിസ്കാരം നിസ്കരിക്കണമെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം തുടങ്ങി സലാം വരെ നിൽക്കാനൊരു ക്ഷമ വേണ്ടേ? മനസ്സിനെ കടയിൽ നിന്ന് കൊണ്ടുവന്ന്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന്, മക്കളിൽ നിന്ന് കൊണ്ടുവന്ന് അള്ളാന്റെ മുമ്പിൽ മനസ്സിനെ നിർത്തുവാനുള്ള ഒരു ശക്തി വേണ്ടേ? അത് നോമ്പ് കൊണ്ട് കിട്ടും. ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് കരുത്തു വേണ്ടേ? സുഹൃത്തുക്കൾ ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ വിളിക്കുമ്പോൾ, മനസ്സാഗ്രഹിക്കുമ്പോൾ ഞാൻ ഇന്നെന്ന് പറയാനുള്ള ആത്മശക്തി ഈ 30 പകലുകളെ കൊണ്ട് നേടാനാവില്ലേ? നമുക്ക് നേടാനാവുന്നില്ലെങ്കിൽ വഅൻ തസൂമു ഖൈറുൻ ലക്കും, നോമ്പ് നോറ്റോളൂ, അത് നിങ്ങൾക്ക് നന്മയുണ്ടെന്ന് പറഞ്ഞ നന്മ നമുക്ക് ലഭിക്കാതെ പോകും. ഫലമില്ലാത്ത നോമ്പുകളെ കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? മറ്റൊന്ന് പറഞ്ഞ അൽ ഇൻതിസാറു അലാ നഫ്സിഹി, നമ്മളെ ജയിക്കുമെന്നാണ്. നമ്മളെ ജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ സുഹൃത്തുക്കളെ? പലപ്പോഴും ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ചില അഡിക്ഷനുകളുണ്ട്, ചില തെറ്റുകളുണ്ട്. അതൊക്കെ നിർത്താൻ റമദാൻ കൊണ്ട് പറ്റൂല എന്നാരും പറയരുത് സുഹൃത്തുക്കളെ. ഏതൊരു ആഗ്രഹവും ഏതൊരു അഡിക്ഷനും ഒരു 30 ദിവസം നിർത്തിവെച്ചാൽ നിൽക്കാത്ത ഒന്നുമില്ല. ഒരു പോൺ അഡിക്ഷനാണ് ഏറ്റവും വലിയ അഡിക്ഷൻ, അശ്ലീലങ്ങൾ കാണുക. അതുപോലും ഒരാൾ 30 ദിവസം ഞാൻ ഈ റമദാന് രാത്രി നിസ്കാരം പകൽ നോമ്പാണ്, ഈ പരിപാടി ഇല്ലാന്ന് തീരുമാനിച്ചാൽ അത് നിൽക്കും. പിന്നെ അവൻ രണ്ടാമത് എന്താ നിങ്ങൾ സന്ദർഭമുണ്ടാക്കി തുടങ്ങണം, അല്ലെങ്കിൽ പിന്നെ തുടങ്ങും. ജീവിതത്തിൽ അത് അവസാനിച്ചു പോകും. അതങ്ങനെ സാധ്യമാകുന്നില്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രയോജനം? നോമ്പിന്റെ ഒരു പ്രതീകാത്മകത പറയുകയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ നോമ്പ് ഇങ്ങനെ തുറക്കാൻ പിന്നെ ഈത്തപ്പഴവും നാരങ്ങ വെള്ളവും കൊണ്ടുപോയി വെച്ചിട്ട് അതിന്റെ തൊട്ടടുത്ത് സിഗരറ്റ് ലൈറ്റും അതേപോലെ തന്നെ ബീഡിയും കൊണ്ട് അല്ലെങ്കിൽ സിഗരറ്റും കൊണ്ടുപോയി വെക്കും ആൾക്കാർ. എന്തിനാ കൊണ്ടുപോയിക്കണത്? അതായത് ആ പിടിച്ചു നിർത്തിയ ഒരു പകലിനെ പൊട്ടിച്ചു കളയാൻ. ആ ഒരു സിഗരറ്റെങ്കിലും ഇനി വലിക്കണ്ടെന്ന് തീരുമാനിക്കാൻ അയാളുടെ നോമ്പ് കൊണ്ട് പറ്റിയില്ലെങ്കിൽ നോമ്പ് എന്താണ് സുഹൃത്തുക്കൾ നേടിയത്? ഇതന്നെയാണ് 30 ദിവസം സംഭവിക്കുന്നത്. 30 ദിവസം ഇതൊക്കെ നിർത്തിവെച്ച ആള്
30-ാമത്തെ ദിവസം എന്താണ് അറിയുന്നത്, അതിങ്ങനെ റെഡിയാക്കി വെക്കാണ്. അവസാനത്തെ ദിവസമാകുമ്പോൾ നാളെ മുതൽ തുടങ്ങാലോ എന്ന് മനസ്സിൽ വിചാരിക്കുന്നവന് എന്തെങ്കിലും നിർത്തിവെക്കാൻ പറ്റും. നോമ്പ് തുറക്കാൻ സിഗരറ്റ് കൊണ്ടുവന്ന് വെക്കുന്നവന് ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും. മാറണമെന്ന് വിചാരിച്ച് തീരുമാനിച്ചാൽ മാറാൻ പറ്റുമെന്നല്ലേ സുഹൃത്തുക്കളെ അള്ളാഹ് പറയണത്? അത് ജീവിതത്തിൽ നടന്നു വരേണ്ട കാര്യമല്ലേ? അപ്പൊ നമുക്ക് നമ്മളെ തോൽപ്പിക്കാൻ പറ്റും. ഇന്ന നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. പിശാചിന്റെ വാഹനമാണ് മനസ്സ്. പിശാചിന്റെ വാഹനമാണ് മനസ്സ്. ശൈത്താനുണ്ട് അവിടെ. അവൻ നിരന്തരം നമ്മളെ തിന്മക്ക് വേണ്ടി മനസ്സിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലാ മാ റഹിമ റബ്ബി, എൻ്റെ റബ്ബ് കരുണ കാണിച്ചാൽ മാത്രമേ മനസ്സിന്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അവിടെ സുഹൃത്തുക്കളെ നമ്മളെ തോൽപ്പിക്കണം. ഇല്ല, ഞാൻ ഇനി ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റണം. ആത്മാർത്ഥമായി കരഞ്ഞ് തൗബ ചെയ്തയിടത്ത് നമ്മുടെ വാക്കുകളെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് പറ്റണം. പിശാച് മാറി നിൽക്കും. പിശാച് മാറി നിൽക്കുന്ന, പിശാച് ആട്ടിയോടിക്കപ്പെടുന്ന, പിശാചിന് നമ്മുടെ ശരീരത്തിലൂടെ സുഗമമായി സഞ്ചരിക്കാൻ സാധ്യമല്ലാത്തൊരവസ്ഥ റമദാനിനുണ്ട് അത്രേ. അതുകൊണ്ട് തീർച്ചയായും ഫലപ്രദമായൊരു നോമ്പിനെ കുറിച്ച് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. മാത്രമല്ല, എന്തൊക്കെ ഗുണങ്ങളാണ് സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കുക. അസുഖമായി കിടക്കുമ്പോൾ കിഡ്നിയൊക്കെ ഫെയിലിയറായ ആളുകളോട് പറയും, വെള്ളം കുടിക്കുമ്പോൾ അളന്നു കുടിക്കണം. അതായത് ഒരു ദിവസത്തേക്ക് ഡോക്ടർ വെള്ളത്തിന്റെ അളവ് നിശ്ചയിച്ചു കൊടുത്തിരിക്കുകയാണ്. യാതൊരു നിയന്ത്രണമില്ലാതെ വെള്ളം കുടിച്ചവനോട് ഇത്ര ഇനി കുടിക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയും. എന്നിട്ട് അയാൾ ചായയായി കുടിക്കുമ്പോഴും ഭക്ഷണത്തിന്റെ കൂടെ കുടിക്കുമ്പോഴൊക്കെ ആ അളവ് മാത്രം പാലിച്ച് മുഴുവനാക്കുക. അവസ്ഥ എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ. അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹം അതാണ് ഏറ്റവും വലുത് സുഹൃത്തുക്കൾ. അത് ഈ തിന്നാതെയും കുടിക്കാതെയും നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളിങ്ങനെ ആലോചിക്കും, പടച്ചോനെ എന്തൊരു സമൃദ്ധമായ ജീവിതം, എന്തൊരു സൗകര്യമുള്ള ജീവിതം. അള്ളാഹുവിന് നമ്മൾ അറിയാതെ നന്ദി പറയും. മാത്രമല്ല, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാനുള്ള സുഹൃത്തുക്കൾ. പട്ടിണി കിടക്കുന്നവരുണ്ട് നാട്ടിൽ, ഇല്ലാന്ന് പറയരുത്. നമ്മൾ നമ്മുടെ അതേ നിലവാരമുള്ളവരിലേക്കാണ് എപ്പോഴും പോകുന്നത്. അതുകൊണ്ട് അത്തരം കുടിലുകൾ നമ്മൾ കാണുന്നില്ല, അത്തരം പട്ടിണി പാവങ്ങളെ നമ്മൾ കാണില്ല. നിങ്ങളൊരു ചെറിയ ഷോപ്പിൽ മസാലകൾ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ നിങ്ങൾ ചെന്ന് നോക്കും. നിങ്ങൾ വാങ്ങുമ്പോൾ എത്രയും അളവ് കുറച്ച് വാങ്ങുകയും അവസാനം കണക്ക് കൂട്ടുമ്പോൾ പണം തികയാതെ വരുമ്പോൾ അത് വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ സുഹൃത്തുക്കളെ? കടകളിൽ പൈസ തികയില്ല, അതുകൊണ്ട് അതത് ഒഴിവാക്കിക്കളി എന്ന് കടക്കാരോട് പറയുന്നവരില്ലേ? അതെന്തുകൊണ്ടാണ്? നിത്യവസ്തുക്കൾ വാങ്ങാൻ വകയില്ലാത്തവരുണ്ട്, അവരെ ഓർക്കണം എന്നാണ്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രന്മാരെ കൂട്ടത്തിൽ ഒരുപക്ഷെ എണ്ണപ്പെടാവുന്ന ദാരിദ്ര്യം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. എന്നാൽ മദീനയിലെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതെങ്ങനെയാകും? മദീനയിലെ ഏറ്റവും വലിയ ദരിദ്രൻ, മദീനയിലെ ഏറ്റവും വലിയ അജ്വദ് എങ്ങനെയാകും? അത് ഉള്ളതിൽ നിന്ന് കൊടുത്താണ്. ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് ശീലം വരുത്താൻ റമദാൻ കൊണ്ട് പറ്റണം. കൈനീട്ടി വരുന്നവർ മാത്രമല്ല സുഹൃത്തുക്കളെ, നമ്മുടെ കുടുംബങ്ങളിൽ ഒരു 100 രൂപ കിട്ടിയെങ്കിൽ എന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നവരുടെ കയ്യിൽ പണം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന ബന്ധം ഉണ്ടാക്കാൻ നോമ്പ് നമുക്ക് പ്രേരണയാകുന്നില്ലെങ്കിൽ നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ആ മാറ്റത്തെക്കുറിച്ചും നാം ഗൗരവമായി ആലോചിക്കും. അതുകൊണ്ട് ആൾക്കാർ കിറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് എത്ര ആളുകളെ സുഹൃത്തുക്കളെ വൈകുന്നേരം ഇവിടെ വന്ന് ഇഫ്താറിൽ ആളുകൾ പങ്കെടുക്കുന്നത്. ഒരു പക്ഷേ ഇഫ്താർ എന്ന നിലക്ക് ആർക്കും വരാം, പക്ഷെ നിവൃത്തിയില്ലാത്തവരും ആ കൂട്ടത്തിൽ ഉണ്ടാകും സ്വാഭാവികമായി. എന്തുകൊണ്ടാണത്? അങ്ങനത്തെ ആളുകളെ നമ്മൾ പരിഗണിച്ചു. നാം നോമ്പ് തുറന്നപ്പോൾ ഒരാൾ നമ്മൾ കൊണ്ട് നോമ്പ് തുറന്നു, നമ്മൾ ആലോചിക്കണം ആ കാര്യത്തെക്കുറിച്ച്. അപ്പോഴാണ് നോമ്പ് ഫലപ്രദമായി മാറുന്നത്. അതുമാത്രല്ല, അഹങ്കാരമൊക്കെ കടന്നുപോകും. എന്ത് അഹങ്കാരം സുഹൃത്തുക്കളെ? ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജാവിനും നോമ്പാണ്. അയാളും അത്തായത്തിനെ കഴിച്ചതുള്ളൂ, ഇനി നോമ്പ് തുറക്കുമ്പോഴേ കഴിക്കൂ. അതാണ് ഇസ്ലാം. എല്ലാവരും ഒന്നായിത്തീരുന്നൊരു നാളാണ്. എല്ലാവരും ഒരു സമയത്ത് നോമ്പ് ആരംഭിക്കും, എല്ലാവരും ഒരു സമയത്ത് നോമ്പ് തുറക്കും. ആ നീതിയുടെയും സമത്വത്തിൻ്റെയും അഹങ്കാരങ്ങളൊക്കെ പോകും. നമുക്കങ്ങനെ വിചാരിച്ച പോലെ ജീവിക്കാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയരാണ് എന്ന കാര്യം നമുക്കുണ്ടാവും. സുഹൃത്തുക്കളെ, എന്ത് നന്മയും ചെയ്യാൻ പറ്റും. റമദാനിക്ക് ഒരു സഹോദരി, ഹിജാബില്ലാത്തൊരു സഹോദരി ഹിജാബുമായി വന്നാൽ ആരും ചോദിക്കൂല എന്തേ പറ്റിയെന്ന്. പകൽ മുഴുവൻ മദ്യപിച്ചുറങ്ങുന്ന, 11 മാസവും മദ്യപിച്ച് വീട്ടിലേക്ക് എത്തുന്നവനെ പള്ളിയിൽ കണ്ടാൽ ആരും ചോദിക്കൂല എന്താ ഈ പള്ളിക്കൊക്കെ വന്നു ചോദിക്കൂല. നമ്മുടെ ആൾക്കാർ അങ്ങനെ ചോദിക്കാൻ പറ്റില്ല, നമ്മുടെ ആൾക്കാർക്ക് അറിയില്ല. പക്ഷേ റമദാനിക്ക് ഒരാളും അങ്ങനെ ചോദിക്കലില്ല. അതുകൊണ്ട് എന്ത് നന്മയും തുടങ്ങാം. ക്ലീൻ ഷേവായി നടന്നവന്റെ മുഖത്ത് വടിക്കാത്ത താടി കണ്ടാൽ എന്താ ചോദിക്കൂല? കാരണം എന്താ? റമദാനാണ്. ഒരു മനസാക്ഷി കുത്തുണ്ടാവില്ലേ റമദാനിക്ക് സുഹൃത്തുക്കളെ? അതുകൊണ്ടായിരിക്കും സ്വാഭാവികമായും ഏത് നന്മയും സ്വീകരിക്കാം.
ഏത് തിന്മയിൽ നിന്നും അകലാം. ഇനിയിപ്പോൾ എങ്ങനെ ഞാൻ 5 വക്ത് നിസ്കാരം തുടങ്ങുക? അങ്ങനെ ആരെങ്കിലും ആലോചിച്ച് നിൽക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ? അവരോട് പറയണം, ഇപ്പം തുടങ്ങിക്കോ, ഒരു പ്രശ്നമില്ല. അത് റമദാനിക്ക് മാത്രമല്ല, പിന്നെയും തുടർന്ന് കൊണ്ടുപോകാൻ പറ്റും. ഏത് തിന്മകളെയും ഉപേക്ഷിക്കാൻ പറ്റിയ കാലം, ഏത് നന്മകളും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ കാലം. അന്തസോമോ ഖൈറുൽ ലക്കും, നോമ്പ് നോറ്റോളി, അതുകൊണ്ട് നിങ്ങൾക്ക് ധാരാളം നന്മകളുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അസ്സൗമു ജുന്ന, അതിശക്തനായ ഒരു യോദ്ധാവ് നല്ല മൂർച്ചയുള്ള വാളുമായി വെട്ടാൻ വരുമ്പോൾ അവനെ പ്രതിരോധിക്കാൻ പരിചയ്ക്ക് പറ്റുമെങ്കിൽ നോമ്പ് കൊണ്ട് പറ്റും. വികാരങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പ് കൊണ്ട് പറ്റും. ദേഹേച്ഛകളെ നിയന്ത്രിക്കാൻ നോമ്പ് കൊണ്ട് പറ്റും. പണത്തിനോടുള്ള ആർത്തിയെ നിയന്ത്രിക്കാൻ നോമ്പ് കൊണ്ട് പറ്റും. അനാവശ്യമായ ഭക്ഷണശീലങ്ങളെ നിയന്ത്രിക്കാൻ നോമ്പ് കൊണ്ട് പറ്റും. കണ്ണുകളെ നിയന്ത്രിച്ചു ശീലിക്കാൻ നോമ്പ് കൊണ്ട് പറ്റും. ജീവിതത്തിൽ ഒരു ഔദാര്യവാനാവാൻ നമുക്ക് നോമ്പ് കൊണ്ട് പറ്റും. നോമ്പ് കൊണ്ട് എല്ലാറ്റിനും പറ്റും. അതിനാണ് അള്ളാഹു ഒരു മാസം നമുക്ക് നിശ്ചയിച്ചത്. എന്ത് ഗുണങ്ങൾ എന്നിലും നിങ്ങളിലും 3 നോമ്പ് കഴിഞ്ഞപ്പോൾ എന്ത് ഗുണങ്ങൾ എന്നിലും നിങ്ങളിലും വളർന്നു വരുന്നു എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മപരിശോധന നടത്തേണ്ട സുഹൃത്തുക്കൾ. ഇത് മാത്രമല്ല, ശരീരത്തിന് വലിയ മാറ്റങ്ങൾ വരും. മാരക രോഗങ്ങളാണ് സുഹൃത്തുക്കൾ. രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ഭക്ഷണ നിയന്ത്രണങ്ങളും ചില ജീവിത നിയന്ത്രണങ്ങളൊക്കെ ആവശ്യമാണെന്ന് ആരാ പറയാത്തത്? നിങ്ങൾ ഏത് വൈദ്യനെ കണ്ടാലും ഏത് ഡോക്ടറെ കണ്ടാലും നമ്മുടെ ഭക്ഷണത്തിൽ അയാൾ ഇടപെടും. നമ്മൾ എന്ത് കഴിക്കുന്നെന്ന് ചോദിക്കും. എല്ലാറ്റും എന്തുകൊണ്ടാണത് പറയുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ ഭക്ഷണങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ശീലിച്ച് നമ്മുടെ ശരീരത്തിൽ എല്ലാവർക്കും നോമ്പ് കഴിയുമ്പോൾ കുറച്ച് തൂക്കം കുറഞ്ഞു. പണ്ടൊക്കെ തടി കൂടിയ ആളോടാണ് പറയാ, ആ ഉഷാറായിട്ടുണ്ടല്ലോ. ഇപ്പൊ നല്ല തടിയിൽ ഒരാൾ തടി കുറഞ്ഞാൽ അവനെയാണ് എല്ലാവരും പ്രശംസിക്കുക. ശരീരമൊക്കെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ടില്ലേ എന്നാ പറയാ. അമിതമായ തീറ്റയും അമിതമായ ഭക്ഷണവും എവിടേക്കൊക്കെയോ നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാറ്റം റമദാനിൽ സാധ്യമാണെന്നർത്ഥം. സുഹൃത്തുക്കളെ, ധാരാളം മര്യാദകൾ റമദാനിനുണ്ട്. ആ ആദാബുകൾ കൂടെ നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകണം. ഒന്ന്, രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് രാത്രി മുഴുവൻ തിന്ന് പകല് മുഴുവനും മടിയനായി അലസനായി കടന്നുറങ്ങുന്ന നോമ്പ് നമ്മളെ നോമ്പല്ല സുഹൃത്തുക്കൾ. രാത്രി മുഴുവൻ തിന്ന് രാത്രി ഉറങ്ങാതിരിക്കും, എന്നിട്ട് പകല് മുഴുവൻ അലസമായി കിടന്നുറങ്ങുക. ഒരു പകലിനെയും അറിയാതെ പോവുക. ജോലികളൊക്കെ പൊതുവെ കുറവാകുമ്പോൾ ഉറക്കത്തിന് സമയം കൂടുതൽ കാണാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യം സുഹൃത്തുക്കൾ. ഏറ്റവും അധികം നമ്മുടെ സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, മൊബൈലാണ്. എപ്പോൾ നാം മൊബൈൽ കയ്യിലെടുത്തോ നമ്മൾ അറിയാതെ ഇരുന്നു പോകും. ഒരു പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എത്ര സമയം മൊബൈലിൽ ഇരുന്നു എന്ന് നമ്മുടെ ഡാറ്റ നോക്കിയാൽ അറിയും. നോക്കുന്നത് നല്ലതാണ്. ഈ പരിശുദ്ധ റമദാനിൻ്റെ പകലുകൾ പോലും മൊബൈൽ നോക്കി കടന്നുപോയവർ എത്ര ഹതഭാഗ്യരാണ്. പിന്നെ നമ്മുടെ സഹോദരിമാരാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഈ ഭക്ഷണം കുറഞ്ഞ റമദാനിൽ എങ്ങനെയാണ് ഇത്രയും സമയം ഭക്ഷണം ഉണ്ടാക്കാൻ ആവശ്യമായി വരുന്നത്? ആലോചിക്കണം. പിന്നെ എപ്പോഴാണ് ആരാധന ചെയ്യുക? അതുകൊണ്ട് ഭക്ഷണം കഴിക്കണമല്ലോ ഒന്ന് സഹകരിക്കുക. വീട്ടുകാരോടൊന്ന് സഹകരിക്കുക സുഹൃത്തുക്കൾ. അവരും കുറച്ച് ഓതട്ടെ, അവരും എന്തെങ്കിലും കേൾക്കട്ടെ, അവരും എന്തെങ്കിലും പഠിക്കട്ടെ. ഭക്ഷണം കുറഞ്ഞ നാളിലും ഭക്ഷണം ഉണ്ടാക്കാനാണ് സമയം അധികമെങ്കിൽ, ഭക്ഷണം കുറഞ്ഞ നാളിലും ഭക്ഷണത്തിന് ഏറ്റവും പണം ചെലവഴിക്കുന്നതെങ്കിൽ എവിടെയോ തെറ്റിയിട്ടില്ലേ സുഹൃത്തുക്കളെ? ഭക്ഷണം കുറഞ്ഞ റമദാനുക്കാണ് ഏറ്റവും പൈസ ഭക്ഷണത്തിന് വേണ്ടി കടയിൽ കൊടുത്തത്. ഭക്ഷണം കുറഞ്ഞ നാളിലാണ് ഏറ്റവും അധികം സമയം അടുക്കളയിൽ നിന്നത്. അപ്പോൾ എവിടെയോ പ്രശ്നമല്ലേ? ചില നിയന്ത്രണങ്ങൾ ആ കാര്യത്തിൽ ആവശ്യമാണ് സുഹൃത്തുക്കൾ. നോമ്പിൽ വരുന്ന തെറ്റുകളെയൊക്കെ പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ മാസത്തിൻ്റെ മഹത്വം മനസ്സിലില്ലാതിരിക്കുക. എന്നിട്ട് എല്ലാ മാസത്തെ പോലെ തന്നെ എല്ലാ പരിപാടി, ഇത് റമദാൻ മാസമാണെന്നുള്ള ഓർമ്മ, ഒന്ന് മുസാഫ് കയ്യിലെടുക്കണ്ടേ, പള്ളിക്ക് പോകണ്ടേ എന്ന ബോധമില്ലാതെ ജീവിക്കാം. അതേപോലെ തന്നെ ആസ്വാദനമില്ലാത്ത നോമ്പ്, ഒരു കടമക്ക് ഇങ്ങനെ നോൽക്കുക, ആ നോമ്പിനൊരു സന്തോഷമോ ആഹ്ലാദമോ കണ്ടെത്താതിരിക്കാം. പിന്നെ നോമ്പിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാതെ നോൽക്കുക. നോമ്പിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് അറിയാതെ നോൽക്കുമ്പോൾ നോമ്പിൽ ധാരാളം തെറ്റുകൾ വരും. മാത്രമല്ല, നോമ്പിൽ ഭക്ഷണങ്ങളൊക്കെ ഉപേക്ഷിക്കും, മറ്റു വേണ്ടാത്തരങ്ങളൊന്നും നിർത്തൂല. മല്ലമെത കൗലസൂർ, ചീത്ത വാക്കും ചീത്ത പ്രവൃത്തിയും ഒരാൾ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ഫലൈസലില്ലാഹി ഹാജ, അള്ളാഹ്ക്ക് ആവശ്യമില്ല ഫി അൻ യതഅതഅമഹു വശറാബഹു. ഇനി എന്തിനാ അവൻ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതും? അതുകൊണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാതെയുള്ള നോമ്പിൽ അപാകതകളുണ്ട് സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ ചില ആൾക്കാർ ഉമിനീരിറക്കാൻ പേടി, ഒന്ന് മുങ്ങിക്കുളിക്കാൻ പേടി. അതിനൊന്നും ആവശ്യമില്ല. സാധാരണഗതിയിൽ നിയ്യത്ത് എന്നുള്ളത് നമ്മൾ നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാണ്. വാക്കുകൊണ്ട് പറയേണ്ട ഒരു കാര്യമില്ല. നാളെ നോമ്പാണെന്നുള്ളൊരു വിചാരം മനസ്സിൽ ഉറങ്ങുന്ന സമയത്തു സുബഹിന് ഭക്ഷണം അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് രാത്രിയിലായിക്കൊണ്ട് മല്ലൻ യുബയ്യത്തി സ്വയാം, ആരെങ്കിലും രാത്രി നീയത്തോടുകൂടെ കഴിച്ചു കൂട്ടിയിട്ടില്ലെങ്കിൽ ഖബലൽ ഫജ്ർ, ഫജ്റിന് മുമ്പായിട്ട് ഫലാ സ്വയാമലു, അവന് നോമ്പില്ല എന്നാണ്. നീയത്ത് പ്രധാനമാണ്. അതേപോലെ തന്നെ ബാങ്ക് കേട്ടാൽ ഭക്ഷണം നിർത്തണം. ബാങ്ക് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ ഒരാൾ രാവിലെ വലിയ അശുദ്ധിയോടുകൂടെ ഉണരുന്നതിനൊരു പ്രശ്നമില്ല.
ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അയാൾ കുളിച്ചാൽ, നിസ്കാരത്തിൻ്റെ മുമ്പായിട്ട് അദ്ദേഹം കുളിച്ചാൽ മതിയാകുന്നതാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർ നോമ്പിൻ്റെ സമയത്ത് ഭയങ്കര ദേഷ്യക്കാണ്. നോമ്പിൻ്റെ സമയത്ത് ഭയങ്കര ദേഷ്യം, നോമ്പിൻ്റെ കാലത്ത് ഭയങ്കര ദേഷ്യമായ പിന്നെ നോമ്പിൽ ഒരു ഫലം ഉണ്ടാവില്ല. നമ്മുടെ വാക്കും പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നമുക്കങ്ങനെ വരുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നോമ്പിന് നിയന്ത്രണം സാധ്യമാകുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ ഇഫ്താർ വൈകിപ്പിക്കുക. നമ്മളിനി യാത്ര ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും ആ മഗ്‌രിബിൻ്റെ സമയം നമ്മൾ ശരിക്കും നോക്കണം. സമയത്ത് നമ്മൾ മുറിക്കണം. കയ്യിലൊരു ഈത്തപ്പഴമെങ്കിലും കരുതിയിട്ട് നമ്മളത് മുറിക്കണം, സമയത്ത് മുറിക്കണം. ചില ആൾക്കാർ ബാങ്ക് കയ്യാൻ കാത്തൊക്കെ മുറിക്കണം, ഒന്നും പറ്റില്ല. ആ കൃത്യസമയമായി ഈ ബാങ്ക് കേട്ടില്ലെങ്കിലും മഗ്‌രിബിൻ്റെ സമയം കൃത്യമായി നമ്മൾ കലണ്ടർ നോക്കി ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ വാച്ച് കറക്റ്റ് ആണെങ്കിൽ പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഇത് ഹൈറാണ്. ലാ യസാലുന്നാസു ബിഖൈർ, ജനങ്ങൾ നന്മയിലായിരിക്കും. അജ്ലുൽ ഫിത്തർ, അതിന് വലിയ കൂലിയുണ്ട്. ആ കറക്റ്റ് ടൈമിന് മുറിക്കുന്ന ഭയങ്കര കൂലിയുണ്ട്. ഒന്നും കൂടി സൂക്ഷ്മതാരം നീട്ടരുത്, കറക്റ്റ് സമയം നോക്കി വെക്കുക. ബാങ്ക് അഥവാ കേൾക്കാതിരിക്കാം, മൈക്ക് കേടാവാം, പക്ഷെ നമ്മുടെ നോമ്പ് കറക്റ്റ് ടൈമിൽ നമ്മൾ മുറിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ സുഹൃത്തുക്കളെ, ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക. മഗ്‌രിബിൻ്റെ സമയത്താണ് ബാങ്ക് കേൾക്കുമ്പോഴേ ആ ലഫ്ലുകൾ നമ്മൾ പറയണ്ടേ, അതൊക്കെ നമ്മൾ ഭക്തിപൂർവ്വം ആ സമയത്ത് പറയണം. വലിയ നഷ്ടം പറ്റുന്നത് എന്താ നിങ്ങൾ, ഈ നോമ്പുകാരനൊരു പ്രാർത്ഥനയുണ്ട്, പിന്നെ ലാ തുറദ്ദു, പിന്നെ മൂന്നാൾക്കാരുടെ പ്രാർത്ഥന അല്ല തട്ടിക്കളയില്ല. ഒന്ന് ദഅവത്തുൽ വാലിദാണ്, വാപ്പൻ്റെ പ്രാർത്ഥന. ദഅവത്തു സായിമാണ്, നോമ്പുകാരൻ്റെ പ്രാർത്ഥന. മറ്റൊന്ന് ദഅവത്തുൽ മുസാഫിറാണ്, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ നോമ്പ് തുറക്കാൻ എന്ത് വിതരിക്കുന്നുണ്ട്, ആ ബാങ്ക് കൊടുക്കുന്ന തൊട്ട് മുമ്പാണ് എൻ്റെ സമയം. ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പാണ്, മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ട് മുമ്പാണ് എൻ്റെ സമയം. ആ സമയത്ത് നമ്മൾ പലപ്പോഴും നോമ്പിൻ്റെ തിരക്കിലേക്ക്, ഇഫ്താർ തിരക്കിലേക്ക് കുറച്ച് സമയം ആ ബാങ്കിന് കുറച്ച് നേരത്തെ ഒന്നുണ്ടാക്കി വന്നിട്ട് നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അല്ലാഹ് കേൾക്കും. അത്ര ഉറപ്പ് നമുക്ക് തന്ന കാര്യമാണ്. പ്രാർത്ഥിക്കണം സുഹൃത്തുക്കളെ. നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥനകളും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മര്യാദകളും ആദാബുകളും പാലിച്ചുകൊണ്ട് ഒരു മാറ്റം റമദാൻ കഴിയുമ്പോഴേക്കും എന്തു മാറ്റം എനിക്കുണ്ടാകും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്നത്തെ വരെ തീരുമാനമായിട്ടില്ല, അത് ഇന്നു തീരുമാനമാകണം. അങ്ങനെയുള്ള മാറ്റത്തിൻ്റെ ലഅല്ലക്കും തത്തക്കുൻ, പ്രയോജനമുള്ള ഒരു നോമ്പാകാൻ, ഖൈറുള്ള ഒരു നോമ്പാകാൻ, ആ നോമ്പിലൂടെ കഴിഞ്ഞൊരു റമദാനിലും അനുഭവിക്കാത്ത മാനസിക സന്തോഷം അനുഭവിക്കാൻ, നാളെ സ്വർഗത്തിലേക്കുള്ള ഒരു കാരണമാകാൻ അള്ളാഹു ഈ നോമ്പിനെ നമ്മളിൽ നിന്നും ശരിയായി നിർവഹിച്ച് അത് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ജമാഅത്ത് നമസ്കാരങ്ങൾ. നമ്മുടെ റമദാനിലാണെങ്കിലും അല്ലാത്ത കാലത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നമ്മൾ ഹദീസുകളൊക്കെ വായിച്ച് പണ്ഡിതന്മാരെ ഫത്വയൊക്കെ വായിക്കുമ്പോൾ ഒരു പുരുഷൻ ജമാഅത്ത് ആയി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. നിസ്കരിക്കുന്നതോടുള്ള നിസ്കാരം ചിലപ്പോൾ അയാൾക്ക് വീടിയേക്കും, പക്ഷെ ജമാഅത്തായി ചെയ്യണം. അപ്പോൾ ആ ഒരു കണിശത നമ്മൾ പാലിക്കണം. അപ്പോൾ എല്ലാ ടൗൺ പള്ളികളിലൊക്കെ നമ്മൾ ചെന്ന് നോക്കിയാൽ ലോഹർ സമയത്ത് ജുമാൻ്റെ ആളുണ്ടാവും. കാരണം ആൾക്കാർ റമദാനിക്ക് നിസ്കരിക്കും. അപ്പോൾ ആ റമദാനിക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കും. അപ്പം അത് നമ്മൾ വളരെ കറക്റ്റായിട്ട് കൃത്യമായി ജമാഅത്തിന് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു ശീലം റമദാൻ ഉണ്ടാകും. അതേപോലെ തന്നെ രാത്രി നിസ്കാരം, നമ്മൾ പള്ളിയിൽ പോകണം. അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വെച്ചിട്ടാണ് ആ രാത്രി നിസ്കാരം നിസ്കരിച്ചത്. പിന്നെ അത് ഫർലാക്കപ്പെടും വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, അത് നിർത്തിവെച്ചു എന്ന് മാത്രം. പിന്നെ സഹാബത്ത്, അവരല്ലേ നമ്മുടെ മാതൃക, അവരത് പുനരാരംഭിച്ചു. ആ സഹാബത്തിൻ്റെ കാലം തൊട്ട് ഇന്നേ വരെയും ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അത് പള്ളികളിൽ ജമാഅത്തായി നിർവഹിച്ചു. പ്രതിഫലം എത്രയും സുഹൃത്തുക്കളെ, ആ ഇമാമിൻ്റെ കൂടെ തുടക്കം മുതൽ അവസാനം വരെ വിത്രടക്കം നിന്നാൽ രാത്രി മുഴുവൻ നമസ്കരിച്ച പ്രതിഫലമാണ്. നമ്മുടെ ഭാര്യമാർക്ക് അവസരം കൊടുക്കി, അവരൊക്കെ നിസ്കരിക്കട്ടെ സുഹൃത്തുക്കളെ. ആ രാത്രി നമസ്കാരത്തിൻ്റെ പുണ്യവും ഫലവും അവർക്ക് കിട്ടണേ. മരിച്ചു പോകണ്ടേ? നമുക്ക് വേണ്ടി എല്ലാം ത്യജിച്ച് കൂടെ നിന്ന നമ്മുടെ ഭാര്യമാരെയും കുട്ടികളെയൊക്കെ ഈ ദീന് കേൾപ്പിക്കണ്ടേ? അവർക്കൊക്കെ ഈ നിസ്കാരത്തിൻ്റെ ഗുണങ്ങൾ കിട്ടണ്ടേ? ഒരു പെരുന്നാൾ പോലും ഒരു ദീനി സദസ്സിൽ വരാതെ മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് സഹോദരിമാരില്ലേ നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ? ഒരു പുതിയ മാറ്റത്തെ നമ്മൾ ആലോചിക്കണം. നിർബന്ധമല്ല, പക്ഷെ അവർക്കൊക്കെ പള്ളിയിൽ വരാം. ഇതിനൊരു ഫ്ലോർ അവർക്ക് വേണ്ടിയിട്ടാണ്, വേറെ വഴിയാണ്, വരാൻ പറ്റും. ഒന്ന് കൂടെ വരുത്താൻ, ഇനി ഒന്ന് പുറത്ത് നിന്നെങ്കിലും ഒരു ജുമാ ഖുത്ബ ഒന്ന് കേട്ടു നോക്ക് എന്ന് പറയാൻ ഇനി എന്നാണ് നമുക്ക് അവസരം കിട്ടുക? അതുകൊണ്ട് നോമ്പിൻ്റെ സന്ദർഭത്തിൽ പള്ളി ഒന്ന് ശീലമാക്കാൻ, ജമാഅത്തുകൾ ശീലമാക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ ശരിയായി പഠിക്കുവാൻ, അതിൻ്റെ പ്രമാണമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ, മനസ്സിലായ സത്യങ്ങളെ ജീവിതത്തിൽ ധൈര്യപൂർവ്വം നടപ്പിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുമുള്ള ആത്മധൈര്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ റഹ്മാൻ. ധാരാളം സഹോദരങ്ങൾ പ്രത്യേകിച്ചും റമദാനാവുമ്പോൾ പള്ളിയിൽ വരാൻ കഴിയാതെ, ജുമാഅക്ക് വരാൻ കഴിയാതെ
വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന ആളുകൾ അള്ളാഹു അവരുടെ എല്ലാം പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരുടെ രോഗങ്ങളെ അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അള്ളാഹുവെ. നല്ലതായ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെ ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങളിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. റമളാനിൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പുണ്യങ്ങളും പ്രയോജനങ്ങളും ഈ റമളാനിനും നോമ്പിനും നീ വാഗ്ദത്തം ചെയ്യുന്നു, ആ പുണ്യങ്ങളെല്ലാം ലഭിക്കുന്ന അവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറമ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ.